ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു റെസിപ്പി പറയാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഓവർനൈറ്റ് ഓട്സ് ആണ്. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന ഓവർനൈറ്റ് ഓട്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മുമ്പൊരിക്കലും ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അറൗണ്ട് ഒരു 3 lakhs വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ട വീഡിയോ ആണ്. ഒരുപാട് പേരിലേക്ക് റീച്ച് ആയതുകൊണ്ട് തന്നെ പലർക്കും പല അഭിപ്രായം വന്നു. അങ്ങനെ ലാസ്റ്റ് എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ കൊളീഗ്സിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിൽ. അപ്പം ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ കഴിക്കാൻ മുമ്പ് ഭയങ്കര സ്മെല്ല്. അപ്പം കഴിക്കാൻ മുമ്പ് ഞാൻ പുറത്ത് ഇരുന്നോണ്ട് ഇനി ക്യാമറ ഓൺ ചെയ്തപ്പോൾ തുടങ്ങിയതാണിത്. അതുവരെ സൈലൻ്റ് ആയിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഇത് കഴിക്കാൻ മുമ്പ് എന്തായാലും ഇതിൻ്റെ ബെനിഫിറ്റ്സ് പറയാം. ഇത് കഴിക്കാൻ മുമ്പ് നമ്മൾ നല്ലോണം ഇത് മിക്സ് ചെയ്യണം. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ വിചാരിച്ചു ഇതേപോലെ എനിക്ക് കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബ്രേക്ക്ഫാസ്റ്റ് പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി ഒരു സീരീസ് ആയിട്ട്, ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ സീരീസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അത് പ്ലേ ലിസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ നൈറ്റ് ഉണ്ടാക്കി വെച്ചതാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഒരു പവർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. പവർഫുൾ ഇൻ ദ സെൻസ് നമുക്ക് ഇത് ഭയങ്കര റിച്ച് ന്യൂട്രിയൻസ് ആണ്. പിന്നെ അതേപോലെ ഇതിൽ ഓട്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഫൈബർ ഉണ്ട്. ഹൈ ഫൈബർ ആണ് ഇതിൽ. പിന്നെ അതേപോലെ ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പ്രോട്ടീൻ ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇത് എന്തർത്ഥത്തിലും ഇതൊരു ഹോൾസം മീൽ എന്ന് പറയാം. കാര്യം അത്രയും സംഭവങ്ങൾ, ന്യൂട്രിയൻസ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫൈബർ ആണെങ്കിലും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഇതൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ചൂസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉച്ച വരെ വേറെ ഒരു ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അധികം കഴിക്കേണ്ട. നമ്മൾ എത്ര ഫുഡ് കഴിക്കുന്നു എന്നുള്ളതല്ലല്ലോ ഇമ്പോർട്ടൻറ്റ്. എന്ത് കഴിച്ചു, എത്ര നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എന്ത് കഴിച്ചു എന്നുള്ളതാണല്ലോ. അപ്പം അതിനു വേണ്ടി ഞാൻ ഇത് ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ജമീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ട്രൈ ചെയ്തതിന് ശേഷം ജമീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ നമ്മുടെ KV വീഡിയോസിലൊക്കെ കാണാം, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കൊളീഗ്സ് തന്നെ എപ്പോഴും ഇതിൻ്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യുമോ എന്നൊക്കെ കുറേ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. എന്തായാലും നിങ്ങളുടെ റെസിപ്പി എന്തായാലും കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഇത് അത്രയ്ക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ്. പിന്നെ കുറേ പേര് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, യോഗട്ടും മറ്റേ പാലൊക്കെ വിരുദ്ധാഹാരമാണ്, ഇതിൽ ഒരുപാട് വിരുദ്ധാഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല, എനിക്കതുപോലെയായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒരു 1 night അല്ലേ വെക്കുന്നത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഉറങ്ങാൻ നേരം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എണീറ്റ് നമ്മളിത് കഴിക്കുമല്ലോ. സോ എനിക്ക് വിരുദ്ധാഹാരമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇഷ്ടം പോലെ നട്ട്സ് ഉണ്ട്. നമ്മുടെ ഫ്ലാക്സ് സീഡും അതേപോലെ ചിയ സീഡും ഒക്കെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ്. നിങ്ങൾ എന്തായാലും റെസിപ്പി കണ്ടു നോക്ക്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നാളെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ബാച്ചിലേഴ്സിനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ടു ഗോ ഫോർ. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് ഇതേപോലെ ജാർസിലൊക്കെ ആവശ്യമുള്ള നട്ട്സൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. ഫ്രോസൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. നട്ട്സ് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റാം. പിന്നെ ഇതിൻ്റെ ബേസായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസ്ലിയാണ്.
ഇതാണെങ്കിൽ 12 in 1 പവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഉണ്ട്. കാര്യം ഒരുപാട് നട്ട്സും പിന്നെ റോൾഡ് ഓട്സ് ഇവിടെ അവൈലബിൾ അല്ല, കിട്ടാറില്ല അധികം. അതുകൊണ്ടാണ് ഈ മ്യൂസ്ലി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ബേസായിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചിയ സീഡ്, ഇത് എനിക്ക് കുറേ കഴിച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചിയ സീഡ് അത്യാവശ്യം കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആൽമണ്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നത് ഒരു 7 പീസ്. അപ്പോൾ ഓവർനൈറ്റ് ആയി കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം സോക്കായിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആവും. അപ്പോൾ ഞാനൊരു 7 ആൽമണ്ട്സ് ആണ് ഇട്ട് കൊടുക്കാറ്. പിന്നെ നമുക്ക് വേണ്ടത് യോഗട്ട് ഇതേപോലെ 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വൈറ്റ് എള്ള് ഇതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ്. ഇത് പിന്നെ പംകിൻ സീഡ് ഇതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അതേപോലെ സൺഫ്ലവർ സീഡ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ഇല്ല ഇപ്പോൾ. പിന്നെ ഇത് ബ്ലാക്ക് എള്ള് അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫ്ലാക്സ് സീഡ് നമ്മുടെ ഹെയർക്ക് അത്യാവശ്യം ആയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഒരു സ്വീറ്റ്നെസ്സിന് വേണ്ടി ഫിഗ് ഒരെണ്ണം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടത്ര പാലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പരിപാടി. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും മാപ്പിൾ സിറപ്പ് ആഡ് ചെയ്തിട്ട് ഒരു ചെറിയ സ്വീറ്റ്നെസ്സിന് വേണ്ടി നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഫിഗ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് ചെറിയ പീസായിട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സ്വീറ്റ്നെസ് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അത് പ്രിഫർ ചെയ്യാറില്ല. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മോർണിംഗ് തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സിമ്പിളല്ലേ, ഒരു ലെസ് ദാൻ 3 minutes ആണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം. ഇതിൻ്റെ റെസിപ്പി കണ്ടില്ലേ, ഭയങ്കര സിമ്പിളാണ് പറഞ്ഞ പോലെ. പിന്നെ ഞാൻ ഇതിലേക്ക് നമുക്ക് സ്വീറ്റ്നെസ് എന്തെങ്കിലും വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം. ഞാൻ അതിൽ പറയാൻ മറന്നു. അപ്പം ഞാൻ ഹണി ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മുടെ ഹണി തീർന്നു പോയിട്ടുണ്ട്. ഇപ്പം ഈ സമയം വീഡിയോ എടുക്കാൻ നേരം ഹണിയില്ല. പിന്നെ എന്തെങ്കിലും ഒരു വേണമെന്നുള്ളവർക്ക്, മധുരം അത്ര വേണമെന്നുള്ളവർക്ക് 1 സ്പൂൺ എങ്ങാനും ഷുഗർ ആഡ് ചെയ്താൽ മതി. മാപ്പിൾ സിറപ്പ് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ്, ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല അതേപോലെ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. आलमंड्स देते, बादाम देते।